ജി ശ്രീജിത്തുമായി ഷോൺ ജോർജ് സംസാരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ. തെരഞ്ഞെടുപ്പിൽ BJP അങ്ങനെ കാര്യമായി പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലം ആയിരുന്നില്ല പാല. പക്ഷേ ഇത്തവണ BJP ഒരുപക്ഷെ സംസ്ഥാനത്ത് ആദ്യമായി ചുമരെഴുത്തടക്കം തുടങ്ങിയ ഒരു മണ്ഡലമായി പാല മാറുകയാണ്. എന്നോടൊപ്പം അവിടെ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഷോൺ ജോർജ് ആണ് നിൽക്കുന്നത്. എന്തുകൊണ്ട് BJP പാല കാര്യമായി നേരത്തെ തുടങ്ങുന്നു? BJPക്ക് വലിയ വേരോട്ടമുള്ള ഒരു പഞ്ചായത്ത്, ഒരു നിയോജകമണ്ഡലമാണ് പാല. മാത്രമല്ല മധ്യ കേരളത്തിൽ BJPക്ക് ഇതുവരെ സീറ്റുകളൊന്നും ലഭിച്ചിട്ടില്ല. പക്ഷെ മധ്യ കേരളത്തിൽ BJPക്ക് സീറ്റ് ലഭിക്കുമ്പോൾ ഒന്നാമതായി കിട്ടാൻ സാധ്യതയുള്ള മണ്ഡലം എന്ന നിലയിൽ വോട്ടിൻ്റെ പെർസെൻറ്റേജ് ഇല്ലാതെ തന്നെ അതിനെ A ക്ലാസ് ആക്കി മാറ്റിയിട്ടുണ്ട്. നമുക്കറിയാം 2004 NDA സ്ഥാനാർത്ഥിയായ PC തോമസിന് ഭൂരിപക്ഷം കൊടുത്ത നിയോജകമണ്ഡലമാണ് പാല. പാലായ്ക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആണ് BJP വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് പാലായുടെ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. നേരത്തെ ചോരെഴുത്തൊക്കെ തുടങ്ങി കഴിഞ്ഞു. അല്ല, അതല്ല, ഇവിടെ മാത്രമല്ല, എല്ലാ നിയോജകമണ്ഡലങ്ങളിലും പാർട്ടിയുടെ പഞ്ചായത്ത് ഇലക്ഷൻ പാലയിലാണ് ആദ്യമായിട്ട് കാണുന്നത്. അങ്ങനെ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, പാർട്ടി വളരെ ചിട്ടയായ പ്രവർത്തനമാണ് പാലായിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി തീർച്ചയായിട്ടും പാലായിലും അതിൻ്റെ ക്രമീകരണങ്ങൾ നടന്നു വരുന്നു. പാലയുടെ ഒരു കോൺഫിഡൻസിന്റെ കണക്ക് എന്താണ്? എവിടെ നിന്ന് എങ്ങനെ വോട്ട് വരുന്നതാണ്? ഇപ്പൊ 25,000 BJP എന്ന് പറയാവുന്ന സമീപകാലത്ത് എൻഹരിക്ക് കിട്ടിയ വോട്ട്. എങ്ങനെയാണ് വിജയം പ്രതീക്ഷിക്കുന്നുണ്ടോ? എങ്ങനെയാണ് കണക്ക്? ഒരു കാര്യം മാത്രം പറയാം, കണക്ക് ഞാൻ പറയില്ല. കണക്ക് ഞാൻ പറഞ്ഞാൽ അത് എൻ്റെ സ്ട്രാറ്റജിയാണ്, എൻ്റെ രഹസ്യമാണ്. പക്ഷേ എൻ്റെ രഹസ്യമല്ല, പാർട്ടിയുടെ രഹസ്യമാണ്. പക്ഷെ ഒരു കാര്യം പറയാം, പാലായിൽ ഭാരതീയ ജനതാ പാർട്ടി താമര ചിഹ്നത്തിൽ ആരെ നിർത്തുന്നോ അവർ ജയിച്ചിരിക്കും, ഒരു സംശയമാണ്. പിന്നെ കരുത്തനായ ജോസ് കെ മാണിയും മാണി സി കാപ്പനും ആയിരിക്കും ഏതാണ്ട് സ്ഥാനാർത്ഥി എന്ന് ഉറപ്പാണ്. അവരെ അങ്ങനെ അട്ടിമറിക്കുക എളുപ്പമാണ്. കരുത്തെന്ന് നിങ്ങളല്ലേ പറയുന്നത്, പാലാക്കാർ പറയുന്നില്ല. പാലായിലൊന്ന് അന്വേഷിച്ചാൽ മതി, കാര്യങ്ങൾ മനസ്സിലാവും. ഈ ഏതൊക്കെ മേഖലകളിൽ നിന്ന് വോട്ട് വരുന്നതാണ് ഷോൺ? ഇപ്പം 25 ഒരു 10-35,000 വോട്ടെങ്കിലും അധികമായി ജയിക്കണം. അതങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഈസിയാണോ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, 16% വോട്ടിംഗ് ഇൻക്രീസ് ഉണ്ട് ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ മാത്രം. അത് പാലായെ സംബന്ധിച്ചിടത്തോളം പാലായ്ക്ക് 10% കൂടുതൽ ആളുകൾക്ക് അന്ധമായ രാഷ്ട്രീയമുള്ള സ്ഥലമല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇപ്പോഴത്തെ സമയം 2004 പോലും BJP സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ച PC തോമസിനെ പിന്തുണയ്ക്കാൻ മടിയില്ലാത്ത ഒരു സമൂഹം പാലായിലുണ്ട്. അപ്പം പാലായെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആരും ചിന്തിക്കാത്ത ഒരു രാഷ്ട്രീയം പാലായിക്കുണ്ട്. ആ പാലായിൽ ആ രാഷ്ട്രീയം വർക്കൗട്ടാകും. ഈ ക്രൈസ്തവ വോട്ടുകളൊന്നും മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട്. ബിഷപ്പുമാർ തുടർച്ചയായിട്ട് ഒരു പരിധിവരെ കോൺഗ്രസ് അനുകൂല നിലപാടൊക്കെ എടുക്കുന്ന സാഹചര്യമുണ്ട്. അവിടെ ആ സ്ഥാനാർത്ഥി വരട്ടെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ക്രൈസ്തവ വോട്ടുകൾ കിട്ടുമോ ഇല്ലയോ. ഷോൺ ജോർജാണ് സ്ഥാനാർത്ഥി എന്ന് നമ്മൾ പറയുകയാണ്. അത് നിങ്ങളല്ലേ പറയത്തുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർലമെൻ്ററി ബോർഡ് ഡൽഹിയിൽ നിന്ന് അംഗീകരിക്കാതെ ആരും സ്ഥാനാർത്ഥിയാകില്ല. ഇപ്പം ഞാൻ അവിടെ പാലായിൽ ഇൻചാർജാണ്, പാലായുടെ നിയോജകമണ്ഡലം പാർട്ടിയുടെ ഇൻചാർജാണ്. എന്നെ സംബന്ധിച്ച് പാർട്ടിയെ തെരഞ്ഞെടുപ്പിന് സജ്ജമാക്കുക എന്നുള്ള ജോലിയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സ്ഥാനാർത്ഥി ആരെ പ്രഖ്യാപിച്ചാലും അവർക്കൊപ്പം ഷോൺ ജോർജ് ഉണ്ടാവും. എല്ലാ ദിവസവും ബൂത്ത് കമ്മിറ്റികളോ പലതരം കമ്മിറ്റികളൊക്കെ നടക്കുകയാണ് അല്ലേ? അവിടെ പ്രവർത്തനം ആ നിലയിലാണ്. തീർച്ചയായിട്ടും നമ്മൾ ഈ മാസം 30-ാം തീയതിക്ക് മുമ്പായിട്ട് തെരഞ്ഞെടുപ്പ് നേരിടാനുള്ള എല്ലാ തരത്തിലും പാർട്ടിയെ സജ്ജമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഷോൺ ജോർജ് പാലാ നിയോജക മണ്ഡലത്തിൽ ഒരു വീടടക്കം വാടകയ്ക്ക് എടുത്തു എന്നുള്ള വിവരമുണ്ട്. ശരിയാണോ? അങ്ങനെ ഒരു കഥ പുറത്ത് പ്രചരിക്കുന്നു. ഇതുവരെ എടുത്തിട്ടില്ല. എന്താണേലും അല്ല, എനിക്ക് ഈരാറ്റുപേട്ട എനിക്ക് 10 മിനിറ്റ് മതി പാലായെത്താൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുവരെ വീടെടുത്തിട്ടില്ല. അങ്ങനെ ഒരു ആവശ്യം വന്നാൽ, ഞാൻ സ്ഥിരമായി നിൽക്കേണ്ട സാഹചര്യം വന്നാൽ തീർച്ചയായിട്ടും എടുക്കും. പാല ജയിക്കുമെന്ന് ഉറപ്പിക്കുകയാണ്. 100%. പാലായിൽ BJPയുടെ സ്ഥാനാർത്ഥി ആരോ അവർ ജയിച്ചിരിക്കും. മറ്റൊരു മണ്ഡലത്തിലും സാധാരണ അങ്ങനെ കേൾക്കാത്തൊരു അവകാശവാദം, BJPയുടെ പ്രതീക്ഷയുള്ള, നമ്മൾ തെരഞ്ഞെടുപ്പ് വോട്ട് കണക്കെടുത്താൽ പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളാണ് മറ്റു പല മണ്ഡലങ്ങളും. അങ്ങനെ ആ കണക്ക് പ്രകാരം A ക്ലാസ്സിലെത്താത്തൊരു മണ്ഡലമാണ്. അവിടെ ഷോൺ ജോർജ് മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. അട്ടിമറി എന്നതാണ് ഷോണിൻ്റെ അവകാശവാദം. അങ്ങനെ സംഭവിക്കുമോ? എന്തൊക്കെയാണെങ്കിലും തെരഞ്ഞെടുപ്പിൽ പാല ഒരു വലിയ ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ്. പാലായിൽ നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. ശ്രീജിത്ത് തന്നെ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ശ്രീജിത്ത്, BJPയുടെ സാധ്യതകൾ എങ്ങനെയാണ്? ഇനി നമുക്ക് ഈ ജോസ് കെ മാണി, മാണി സി കാപ്പൻ ചിത്രത്തിലേക്ക് വരുമ്പോൾ ജോസ് കെ മാണി തന്നെയാണ് സ്ഥാനാർത്ഥിയെന്ന് ഏറെക്കുറെ ഉറപ്പിക്കാൻ. നമുക്കറിയാം, മുന്നണി കാറ്റ വിവാദത്തിന് ശേഷം കേരള കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൻ്റെ നേരിട്ടുള്ള പോരിനേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ജോസ് കെ മാണിക്ക് പറഞ്ഞിരുന്ന മറ്റു പല സാധ്യതകൾക്കും ഇനി അടിസ്ഥാനമില്ലല്ലോ അല്ലേ? കടുത്തുരുത്തിയോ പാലയോ എന്ന ചിത്രത്തിൽ പാല തന്നെ ഉറപ്പിക്കാമോ?
സജിത്ത്, തീർച്ചയായും അങ്ങനെയുള്ള ചില പ്രതികരണങ്ങളാണ് ആ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ചേർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷവും ജോസ് കെ മാണി മത്സരിക്കുമെന്ന് റോഷി അഗസ്റ്റിൻ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോഴും ജോസ് കെ മാണി പാർട്ടി തീരുമാനിക്കുമെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയാണ് ചെയ്തത്. എന്തെങ്കിലും ഒരു രാഷ്ട്രീയ സാഹചര്യം ഇനി മാറി മറിഞ്ഞാൽ മാത്രമായിരിക്കും ജോസ് കെ മാണിയുടെ ഈ ഒരു മണ്ഡല മാറ്റം ഉണ്ടാകുക. കടുത്തുരുത്തി ഒരു ഘട്ടത്തിൽ കാര്യമായി ആലോചിക്കുകയും അവിടം കേന്ദ്രീകരിച്ച് പല പ്രവർത്തനങ്ങൾ ജോസ് കെ മാണി നടത്തുകയും ചെയ്തത് തന്നെയാണ്. എന്തായാലും ഇനിയുള്ള സാധ്യതകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഷോൺ ജോർജ് പാലയിലേക്ക് എത്തും എന്നുള്ളതാണ് വളരെ മുന്നേ കേട്ട വിവരമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആത്മവിശ്വാസം ജോസ് കെ മാണിയെ സംബന്ധിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ തവണ BJP-യിലേക്ക് പോയ വോട്ടുകൾ, അത് BJP-യിൽ നിന്ന് കാപ്പനിലേക്ക് പോയ വോട്ടുകൾ അത് BJP തന്നെ പിടിക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്നതാണ് ജോസ് കെ മാണിയുടെ ഒരു ആത്മവിശ്വാസം. പക്ഷേ സമീപ ദിവസങ്ങളിലുണ്ടായിരുന്ന മുന്നണി മാറ്റ വിവാദങ്ങൾ, അത് ആ മുന്നണിക്കുള്ളിൽ താഴെത്തട്ടിലുണ്ടായിരിക്കുന്ന ചലനങ്ങൾ ചെറിയ രീതിയിലെങ്കിലും നമ്മൾ കാണാതിരിക്കാൻ കഴിയില്ല. കാപ്പനെ സംബന്ധിച്ച് ഒരുപക്ഷെ UDF സർക്കാരാണ് അധികാരത്തിൽ വരുന്നത്, അങ്ങനെയെങ്കിൽ മന്ത്രിയാണ് കാപ്പൻ എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു വലിയ പ്രചരണത്തിനായിരിക്കും തയ്യാറാകുക. ഈ വലിയ വികസന പദ്ധതികൾ ഉണ്ടായില്ല എന്ന് പറയുമ്പോഴും മലയോര മേഖലയിലടക്കം ചിലയിടങ്ങളിൽ ഉണ്ടായ പുതിയ റോഡുകൾ, ഇപ്പോൾ ഇലവീഴ, പൂഞ്ചിറ, ഇല്ലിക്കൽ കല്ല് ആ മേഖലയിലൊക്കെ ഉണ്ടായ റോഡുകളിലടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾ, മറ്റു നഗരത്തിലടക്കം വികസനം തടസ്സപ്പെടുത്തിയത് കേരള കോൺഗ്രസ് എം ആണ് എന്ന നിലയിലുള്ള ഒരു പ്രചരണത്തിനായിരിക്കും കാപ്പൻ നേതൃത്വം നൽകുക. എന്തായാലും അതിശക്തമായ മത്സരമുണ്ടാകും. ഒരുപക്ഷെ ഇദ്ദേഹം ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും, ഒരുപക്ഷെ ഷോൺ ജയിച്ചാലും ഇല്ലെങ്കിലും മറ്റു പലരുടെയും പരാജയത്തിന് ഷോണിൻ്റെ സ്ഥാനാർത്ഥിത്വം നിർണായകമാകുമെന്ന് പ്രതീക്ഷിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും പാലയുടെ രാഷ്ട്രീയം അത് സുപ്രധാനമാണ്. ഇത്തവണ ത്രികോണ പോരാട്ടം തന്നെ എന്ന് ഉറപ്പിക്കുന്നു BJP. കാരണം BJP-യുടെ രാഷ്ട്രീയ ചിത്രം അങ്ങനെയാണ്. എന്തായാലും ഈ ത്രികോണ പോരാട്ടം വന്നാൽ നിലവിലുള്ള സാഹചര്യങ്ങൾ മാറി മറിയുമോ എന്നതുകൂടി പ്രസക്തമാണ്, കണ്ടറിയണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.